സർ, നമുക്കറിയാം ഈ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവം ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായിരിക്കുകയാണ്. FIR നിലവിലിട്ടിട്ടില്ല. മാത്രമല്ല, ഇത് ജുഡീഷ്യറിയിലെ അഴിമതി ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതെ, വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇതുവരെ ജുഡീഷ്യറിയിലെ ഒരു അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു, റിപ്പോർട്ടും സമർപ്പിച്ചു. അവിടെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള ബലത്തിലാണ് അല്ലെങ്കിൽ സംശയത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു നടപടി പോലും ആ ജഡ്ജിക്കെതിരെ എടുക്കാൻ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിനാകട്ടെ FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അത് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ രാജ്യത്ത് ഒറ്റ ഭരണഘടന മാത്രം, ഒറ്റ നീതി, ഒറ്റ നിയമം മാത്രമുള്ളപ്പോൾ എന്തുകൊണ്ട് ജുഡീഷ്യറിയിൽ ഒരാൾ ചെയ്താൽ FIR പോലും ഇടാനാവാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള വളരെ പ്രസക്തവും രാജ്യം ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നൽ നൽകി പറഞ്ഞത്. നേരത്തെ ഇദ്ദേഹം സമാനമായിട്ടൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. എന്തുകൊണ്ട് നമുക്ക് FIR ഇടാൻ കഴിയുന്നില്ല? അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മുടെ കീഴ്വഴക്കം അങ്ങനെയാണ്. ജഡ്ജിമാർ ഏതെങ്കിലും കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവർ നിയമം വ്യാഖ്യാനിക്കുന്നതിൽ അതിശക്തരാണ് എന്നതുകൊണ്ടും തങ്ങൾക്ക് ശിക്ഷ വിധിക്കാനുള്ള പവർ സെൻറ്ററുകളാണ് എന്നതുകൊണ്ടും അവരിൽ നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഏത് സർക്കാർ വകുപ്പിനും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ഭയത്തിലാണ് അങ്ങനെ ചെയ്യാറ് ഇരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ കീഴ്വഴക്കങ്ങളും അതുപോലെ നടപടിക്രമങ്ങളും വ്യത്യസ്തവുമാണ്. ഒരു ജഡ്ജി അഴിമതിക്കാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ പറ്റുകയില്ല. ആ പോസ്റ്റിൽ നിന്ന് പറഞ്ഞുവിടാൻ സാധ്യമേ അല്ല. ജസ്റ്റിസ് കണ്ണൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹത്തെ അവസാനം ഇംപീച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടത്, ഇംപീച്ച് ചെയ്താണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ കൺസെൻസസ് വേണം. പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുള്ള ഒരു കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇംപീച്ച്മെൻറ്റ് നടക്കുകയുള്ളൂ. അവർ രണ്ടും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഈ പ്രതിയായ ജഡ്ജിയെ, മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ല, പാർലമെൻറ്റിൽ പോകേണ്ട ആവശ്യമേ വരുന്നില്ല, ലോക്കൽ പോലീസിനൊരു FIR എടുക്കാം, അതിൻ്റെ മേൽ അന്വേഷണം നടത്താം, നടപടി സ്വീകരിക്കാം, കോടതിയിൽ ആ കുറ്റപത്രം സമർപ്പിക്കാം, തുടർന്ന് വിചാരണ നടപടി. പക്ഷേ ഇവിടെ അങ്ങനല്ല. മാസങ്ങളോളമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വളരെ യാദൃച്ഛികമായി, ആകസ്മികമായിട്ട് കോടിക്കണക്കിന് 35 കോടിയോളം രൂപ എന്നാണ് കേട്ടിരിക്കുന്നത്. 36 കോടി, അത്ര മാത്രം വലിയൊരു തുക ഈ രാജ്യത്ത് ഒരു ജഡ്ജിയുടെ പക്കൽ നിന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതിൻ്റെ സോഴ്സ് ഏതാണ് എന്ന് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഈ ജഡ്ജി, അതായത് യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന നിർദ്ദിഷ്ട ജഡ്ജി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് വെറുതെ പറയുന്നതാണ് എന്നുള്ളൊരു വാക്യമല്ലാതെ ഇതിന് ഉപോദ്ബലകമായിട്ടുള്ള, താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഉപോദ്ബലകമായിട്ടുള്ള മറുവാദങ്ങളോ പ്രതിവാദങ്ങളോ ഒന്നും തന്നെ ഈ ജഡ്ജി നിർദ്ദേശിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്നതുകൊണ്ട് തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് ഈ ജഡ്ജി. പക്ഷേ നമ്മുടെ വ്യവസ്ഥകൾ, നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ രാഷ്ട്രീയ വ്യവസ്ഥയും എല്ലാം തന്നെ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ തികച്ചും അശക്തമാണ് എന്നൊരു സ്ഥിതിവിശേഷം. അതെ, സാർ പറഞ്ഞത് ശരിയാണ്. ഒരു പക്ഷേ FIR ഇടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നാണ് കിട്ടിയത്, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള സോഴ്സ് എന്നുള്ള രീതിയിൽ ഒരു FIR ഇടേണ്ടുന്നതായിരുന്നു. അപ്പോൾ സാർ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു പക്ഷേ സർക്കാരിനും അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള കോടതിയിലുള്ള ഭയമാണോ, അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയും അങ്ങനെയുള്ള ഭയമാണോ? ഭയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ, നടന്ന സ്ഥലം അതായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു FIR ഇടേണ്ടത്. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ശക്തി അവർ ഭയക്കുന്നു എന്നുള്ളതാണ്. ജുഡീഷ്യറിയെ അത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയിൽ തന്നെ നോക്കൂ, എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇത് തെറ്റാണെന്നറിയാവുന്ന എത്രയോ നിയമ വിശാരദരുണ്ട്, നിയമജ്ഞരുണ്ട്, ഭ്രാഡ്വിവാകന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ആരും പക്ഷേ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു മുൻ സോളിസിറ്റർ ജനറൽ ഒഴികെ ബാക്കി ആരും ഇതേക്കുറിച്ച്, സോളി സൊറാബ്ജി എന്ന് പറയുന്ന വളരെ ധീരനായിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള
ഒരു മുൻ അറ്റോർണി ജനറൽ ഒഴിച്ച് സോളിസിറ്റർ ജനറൽ ഒഴിച്ച് ബാക്കി ഒരാളും ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അദ്ദേഹം കേസിന് പോയിട്ട് സസ്പെൻഷൻ പിൻവലിക്കട്ടെ, പക്ഷേ നിങ്ങൾ അവിടെ ഇരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തരുതെന്ന് ധൈര്യമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പരസ്യമായിട്ട് പറഞ്ഞതാണ്. കാരണം അദ്ദേഹം അന്താരാഷ്ട്ര മാനങ്ങളുള്ള, അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. പക്ഷേ മറ്റാർക്കും ഇല്ല. ഈ പ്രശാന്ത് ഭൂഷണൊക്കെ ഉണ്ടല്ലോ, ഏതൊരു കാര്യത്തിനും രാഷ്ട്രത്തിനെതിരായിട്ടുള്ള കേസുകൾക്ക് വേണ്ടി പോകുന്ന പ്രശാന്ത് ഭൂഷൺ മനുഷ്യാവകാശം എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. എല്ലാ അഴിമതിക്കും എതിരായിട്ട് പറയുന്ന ആൾ. സാധാരണഗതിയിൽ അദ്ദേഹം തന്നെ ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുക്കുകയെന്ന് എവിടെ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. എപ്പോഴും സുപ്രീം കോടതിയിലുണ്ട്. പൊതു താൽപ്പര്യ ഹർജിയുടെ വ്യവഹാരം നടത്തുന്ന ആളായിട്ട് അദ്ദേഹം സ്ഥിരമുള്ള ആളാണ്. എന്തേ കൊടുക്കാത്തത് ഇതുവരെ? പൊതു താൽപ്പര്യമല്ലേ ഇത്? ഒരു ജഡ്ജിയുടെ വീട്ടിൽ 35 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റിനെ അത് സ്വാധീനിച്ചിരിക്കില്ലേ? സർ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കറകളഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കോടതി എന്ന് പറയുന്നത്. അതായത് അവിടെ എപ്പോഴും ജനം അവസാന ഈശ്വരന് തുല്യമായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ജനം വിശ്വസിക്കുകയും ഒരു വിധിക്കായി കാത്തിരിക്കുന്നവരെല്ലാം അവസാനം അർപ്പിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. പക്ഷേ ഈ ഇടകാലങ്ങളിൽ നമ്മുടെ രാഷ്ട്രപതിയുടെ കാര്യമായാലും മറ്റ് പല കാര്യങ്ങളും സുപ്രീം കോടതി അമിതമായിട്ടുള്ള ഒരു ആവേശം കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലില്ലേ? ആക്ടിവിസം വേറൊരു വിഷയമാണ്. ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ ഓവർ സ്റ്റെപ്പിംഗ്, ആ കാര്യങ്ങൾ സോളി സൊറാബ്ജി അദ്ദേഹവുമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ പറയുകയുണ്ടായി. പക്ഷേ അത് വേറൊരു വിഷയം. ഇത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് എല്ലാ മനുഷ്യരും നിയമത്തിന് മുന്നിലാണെന്ന് നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണെന്ന് പറയുകയും അതേസമയം അത് പ്രവൃത്തിയിലെത്തുമ്പോൾ അത് രണ്ടും രണ്ടാണ് എന്ന് വരികയും ചെയ്യുന്ന അവസ്ഥ ശരിയല്ല. ഇവിടെ ഈ ജഡ്ജിക്ക് ധാർമ്മികമായിട്ടുള്ള മര്യാദയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പദവിയിൽ നിന്ന് താൻ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ രാജിവെച്ച് പോകാമായിരുന്നു. അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റിസ് കണ്ണനും അങ്ങനെ തന്നെയാണ്. അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല. ഇവിടെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും ഒരു ചർച്ച ചെയ്യാൻ പേടിയുണ്ടാവും. ഫെയർ ക്രിറ്റിസിസം ഈസ് അലൗഡ് എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ ഈ ജഡ്ജിയെ പറ്റിയൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നാളെ കോർട്ടലിച്ച കേസിൽ നമ്മൾ പ്രതികൾ ആവുകയും പിന്നെ അതിനുവേണ്ടി വാദിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന വലിയൊരു പതനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി നമ്മളുടെ മുമ്പിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതാണ് സാധാരണ പൗരന്മാരാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്, രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യാത്തത്. രാഷ്ട്രീയ പാർട്ടികൾ അതുകൂടാതെ ഇത് രാഷ്ട്രീയമായിട്ട് എടുക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത് ഇത് BJPയെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ, അപ്പം നമ്മളിതിൽ ഇടപെടേണ്ട, ഇവരുടെ കാര്യത്തിൽ നമ്മളെന്താണ്. അതേസമയം BJPയുടെ അനുഭവമുള്ള ഒരാളെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ അപ്പോൾ അത് ദേശീയ പ്രക്ഷോഭമായിട്ട് മാറ്റിയതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ അനങ്ങുന്നില്ല. സർ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ ഒരു ജഡ്ജിയുടെ കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇതിനു മുന്നേ അങ്ങനെ ഒരു കോടതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യേണ്ടുന്ന തരത്തിൽ ജനങ്ങൾക്ക് തിരിയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഉണ്ട് മുമ്പും വന്നിട്ടുണ്ട് ഇംപീച്ച്മെന്റ് വലിയ. പക്ഷേ വേറെ ചിലത് ആരോപണം ഉന്നയിച്ച വനിതാ ജഡ്ജി അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറുവശവും ഉണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കേരളീയനാണ്. അദ്ദേഹത്തിനെതിരെ ഈ അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സംശുദ്ധനാണ് എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റർലി ഡിഫറൻ്റാണ് ഈ കേസ്. ഈ കേസിൽ നമ്മൾ 30 കോടി രൂപ ഫയർഫോഴ്സ് യാദൃച്ഛികമായിട്ട് കണ്ടെത്തുകയാണ്. മറ്റേത് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ചോദ്യം ഇതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടയിൽ, രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇത് വന്നാൽ ജനങ്ങൾക്ക് ചോദ്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്, അല്ലെങ്കിൽ കോടതിക്ക് ഡയറക്റ്റ് ഇടപെടാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നമ്മളൊരു ചോദ്യം ചെയ്യുമ്പോൾ സാർ പോലും പറഞ്ഞു നമുക്ക് പോലും അത് കൂടുതൽ പരാമർശിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതൊരു പ്രശ്നത്തിലേക്ക് വരുമെന്ന് കരുതി അവരും ഭയന്ന് പിന്മാറുന്നുണ്ട്, സർക്കാർ പിന്മാറുന്നുണ്ട്. ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോടതിയിലുള്ള ഇതേപോലുള്ള ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ, ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ഇവിടെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ ഇല്ല. ക്വിക്ക് സൊല്യൂഷൻ നമുക്ക് പറയാൻ വലിയ നിയമജ്ഞർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. സോളി സൊറാബ്ജി പറഞ്ഞ ഉത്തരം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് സസ്പെൻഡ് ചെയ്യണം. കാരണം ഏതൊരു ഗവൺമെൻറ് ഓഫീസിലെ ഒരു പ്യൂൺ പോലും അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു അഴിമതി ആരോപണം വന്നാൽ അത് 35 കോടിയൊന്നുമല്ല, തുച്ഛമായിട്ടുള്ള 50 രൂപ 100 രൂപ അതുപോലും അവർ പിടിക്കപ്പെടുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനൊരു അവസ്ഥയിൽ ഈ രാജ്യത്തെ മറ്റൊരു പൗരൻ മാത്രമായിട്ടുള്ള യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന വ്യക്തി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരൻ മാത്രമാണ്. എന്നിരിക്കെ അദ്ദേഹത്തിന് ഈ പ്രിവിലേജ്, ഒരു പ്രത്യേക അധികാരം അനുഭവിക്കുന്നത് പോലൊരു പ്രതീതി
കോടതി നടപടികളിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ വൈചിത്ര്യമുണ്ട്. ആ വൈചിത്രത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനൊരു സംശയ നിവാരണം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാര്യത്തിൽ എല്ലാ പൗരന്മാരും സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ളതാണ് നിയമം. എല്ലാ പൗരന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും സംശയത്തിന് അതീതരായിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ പ്രവർത്തനം അദ്ദേഹം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ജഡ്ജിയുടെ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാവുന്നില്ല. അദ്ദേഹം ജഡ്ജിയുടെ പേറോളിലുള്ള ശമ്പളം പറ്റുന്നുണ്ട്, ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട്, ജഡ്ജിക്ക് അനുവദിച്ച വീട്ടിൽ താമസിക്കുന്നുമുണ്ട്. അദ്ദേഹം അപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ജോലി പോലും ചെയ്യാതെ പണം വാങ്ങിക്കുന്നതിന് അർത്ഥമുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആദ്യം വേണ്ടത് ഡിബേറ്റാണ്. പക്ഷേ ആ ഡിബേറ്റ് ഉണ്ടാവുന്നില്ല. ജഗ്ദീപ് ധൻഖർ ഇത്ര ധൈര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും ഈ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തുള്ള ഏത് ചെറിയ പ്രശ്നത്തിനും വലിയ ഇപ്പം പാകിസ്ഥാൻ നമ്മുടെ എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് എന്നുള്ള സാങ്കല്പിക ചോദ്യങ്ങൾ പോലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരാരും ഈ പ്രശ്നത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ചെളിവാരിയേറിയൽ രാഷ്ട്രീയം മാത്രമാണോ? ജനാധിപത്യത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് ചർച്ചകൾ ഒന്നും പോകുന്നില്ല. ഡിബേറ്റ് ഈസ് ഓൺലി ഫോർ ഡെമോളിഷിങ് ദി ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ റൂളിംഗ് പാർട്ടിയാണ്, എതിർ പാർട്ടികളെ. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ? ആ ഒരു പർപ്പസ് മാത്രമാണ്. രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ചർച്ചകൾ പോകുന്നില്ല എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി പറഞ്ഞ കാര്യത്തിൽ ഒരു ഡിബേറ്റ് ഉണ്ടാവാതിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയണം. ഉപരാഷ്ട്രപതിയെ എതിർത്ത് കോടതിയെ അദ്ദേഹം അവഗണിച്ചു, കോടതി അലക്ഷ്യം കാണിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞതെന്നും കൂടി ഈ തരുണത്തിൽ സ്മർത്തവ്യമാണ്.